സ്വാഭാവികമായ ഹാസ്യത്തിന്റെ എല്ലാ ചേരുവകളും കണക്കിന് ചേർത്തൽക്കൊണ്ടുള്ള ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുമ നിറഞ്ഞ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ നല്ല ചിരിക്കഥകളും തമാശകളും കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിരുന്നു. നമ്മളുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ലെറ്റ് മീ വെൽക്കം our very own രമേശ് പിഷാരടി. Let's welcome our evergreen comedy king Tini Tom. And now let's welcome the performer of this episode, Sudhish Tiruvambadi. Once upon a time, once upon a time. സുധീഷ് എവിടെ നിന്ന് വരുന്നു? സുധീഷ് കോഴിക്കോട് തിരുവമ്പാടി. എന്ത് ചെയ്യുന്നു? ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. ട്രൂപ്പുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ട്രൂപ്പിൽ ചെയ്തു? കൊച്ചിൻ ഇമെയിൽസ്, ദിലീപ് കലാഭവന്റെ. അതാ ടിനിച്ചേട്ടൻ പക്രുചേട്ടനൊക്കെ അല്ലേ അതിനകത്ത് സ്ഥിരം. ഞാൻ ഇടയ്ക്ക് ഏതൊക്കെയോ ഷോകൾക്ക് ദിലീപ് കോർഡിനേറ്റ് ചെയ്ത പരിപാടികൾക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ദിലീപ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇന്നിപ്പം മിമിക്രി ഒന്നും അല്ല, നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു അല്ലേ? പിന്നല്ല. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പെർഫോമൻസ് ആണ്. നമസ്കാരം. എൻ്റെ കൂടെ തന്നെ കളിച്ചു വളർന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചെറിയൊരു കുറച്ച് സംഭവങ്ങൾ. കാരണം അവൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ആ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ എന്നുള്ളൊരു സംഭവമാണ്. അവൻ്റെ പേര് ഞാൻ മാറ്റി പറയാം, സ്മിനേഷ് എന്നാക്കാം. അപ്പോൾ ഈ സ്മിനേഷ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മടിയിലൊക്കെ പിടിച്ച് തലയിലൊക്കെ പിടിച്ച് ഇങ്ങനെ കളിക്കണം. അച്ഛൻ്റെ തലമുടിയൊക്കെ കുറേ നശിച്ചു പോയല്ലോ, ഈ നരച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, എന്താണ് അച്ഛാ അങ്ങനെ സംഭവം എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റുകളുമാണ് അച്ഛൻ്റെ ഒക്കെ ഈ തലമുടി ഇങ്ങനെ നരച്ചു വരുന്നത്. അതിൽ പുള്ളി അപ്പുറത്ത് മുത്തച്ചിരിക്കണ്ടായിരുന്നു, ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ പൊന്നച്ചോ അങ്ങേര് ഫുള്ളും നരച്ച് മരിച്ചിരിക്കുക. ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഒരു മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ മൈസൂർ പോയിട്ട് ഞങ്ങൾ ചാമുണ്ടി ഹിൽസ് കയറി അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കടയിലേക്ക് ഞങ്ങൾ കയറുക. അപ്പം ഒരു അണ്ണൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പോയപ്പോൾ അവിടെ 4 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. അപ്പോൾ ഞാനും മറ്റുള്ള കമ്പനിക്കാരൊക്കെ കൂടി കയറി അവിടെ ഇരുന്നപ്പം ഈ അണ്ണൻ എഴുന്നേറ്റ് പോയ കൂടെ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഇയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തത്. അപ്പോൾ ആ വെള്ളം അയാൾ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് ഹിന്ദിക്കാരാണ് കന്നഡക്കാരാണെന്നുള്ള ചിന്തയാണ് ഇവന് മൊത്തം. അപ്പോൾ ഇവന് ഈ ഗ്ലാസ് മുന്നിൽ ഇരിക്കണോണ്ട് ഇയാൾ വെള്ളം കൊടുത്തില്ല. ഇവൻ അയാൾ വിളിച്ചിട്ട്, ഹേ ബായ് ഇതറാവോ, ഇന്ത പാനി എൻ്റെ പാനിയല്ല, ഇന്ത പാനി അന്ത ആളുടെ പാനി, ഇന്ത പാനി എനക്ക് വേണ്ട, വേറെ പാനി എനിക്ക് വേണം. അല്ല പുള്ളി, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോരെ. നിങ്ങൾക്ക് മലയാളം അറിയാം? എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത് എന്ന് പറയുന്നത് 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞപ്പം അവൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഇവൻ ഈ സ്റ്റാൻഡിൽ കിടന്നിട്ടാണെങ്കിലും ഇവൻ കാര്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുമൊന്നുമില്ല, മടിയാവൻ ഓടിക്കാനൊക്കെ. അവൻ അവിടെ കിടക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓട്ടോറിക്ഷയുടെ അങ്ങനെ അത് പോയി ഇത് പോയി എന്നും പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോറിക്ഷ നന്നാക്കാനെന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്. അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടി ഉപദേശിച്ചിട്ട് ഇവൻ ഒരു ഓട്ടം കിട്ടിയത് അവൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ അത് സിനിമയ്ക്ക് പോകുന്നവരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ സിനിമയും കാണാം, ഓട്ടം കിട്ടാൻ 8-10 കിലോമീറ്റർ ദൂരം തലയിലപ്പറമ്പിലേക്ക് ഒരു ഓട്ടം കിട്ടി. അപ്പോൾ ലോങ് ഓട്ടമാണല്ലോ, അത് കിട്ടി. ഇവൻ ഓട്ടം പോയ സമയത്ത് ആദ്യമായിട്ട് ഇവൻ്റെ അച്ഛൻ സ്റ്റാൻഡിൽ വന്നു ഇവൻ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഓട്ടക്കാരോട് ചോദിച്ചു, സുഹിത്ത് എന്തേ എന്ന് പറഞ്ഞ്. അത് ലോങ് പോയി എന്ന് പറഞ്ഞു. ഈ പുള്ളി ഇന്നലെ അതിൻ്റെ ഏതാണ്ട് പോയെന്ന് പറഞ്ഞ് 10-200 രൂപ മുടക്കിയേ ഉള്ളത്. ഓട്ടോറിക്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഓട്ടോ ക്യാബിലാണ് തിരുവമ്പാടി. അപ്പം ലോക്കൽ ഓട്ടങ്ങളെ പോവുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ഇവന് വൈകുന്നേരം 7 മണി 7:30 ആയി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം എന്നുള്ള ഭയങ്കര നിർബന്ധമാണ്. വീട്ടുകാർ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചാലും ഒരു 7 മണി 7:30 ഉള്ളിൽ വീട്ടിൽ കയറും. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് സമയം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടെയുള്ള ബിജോയ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു, അല്ലടാ നീ വിളിച്ച് പറ, നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എങ്ങാണ്ട് ഓട്ടം പോയി, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. എനിക്ക് മുഖത്ത് വിട്ട്, ഇന്നെ കണ്ട കോഴിക്കോടൊക്കെ ഓട്ടം പോണ ആളായിട്ട് തോന്നുന്നു. ഒരു നല്ല ധനികനായിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങളവിടെ. അയാളുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ സ്ഥലം കൊടുത്ത് താമസിക്കുന്ന മറ്റൊരാളുണ്ട്. അയാളുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരാളാണ്. അയാൾ ജീവിക്കുന്നത് ഇയാൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ്. അയാൾ എന്ത് പണിയെടുത്താലും ഈ വീട്ടിലെ പണി മാത്രമേ എടുക്കുകയുള്ളൂ, വേറെ എവിടെയും പണിയെടുക്കാറില്ല. അയാൾക്ക് മോനുണ്ടായപ്പോൾ ഈ പണക്കാരനാണ് അരഞ്ഞാണം കെട്ടിക്കുന്നതും പൈസ കൊടുക്കുന്നതും പഠിക്കാൻ വിടുന്നതും എല്ലാം. അങ്ങനെ അവനെ പഠിക്കാൻ വിട്ട് സ്വാഭാവികമായിട്ടും വേറൊരാളുടെ പൈസയ്ക്ക് പഠിക്കുന്നതാണല്ലോ. നന്നായിട്ട് അവൻ 10ാം ക്ലാസ് തോറ്റു.
ഇയാളുടെ മോൻ, ഈ താമസിക്കുന്ന ആളുടെ മോൻ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞപ്പോഴും 2 വർഷം ഇയാളുടെ കൂടെ റബ്ബർ തോട്ടവും കൃഷിയൊക്കെ ആയിട്ട് റബ്ബർ കൊടുക്കാനും എടുക്കാനൊക്കെ പോകുമ്പോൾ ഈ പയ്യനെ കൂട്ടത്തിൽ കൊണ്ടു നടന്നു. 18 വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേന്ന് അവനെ കൊണ്ടുവന്ന് ബാഡ്ജ് ലൈസൻസ് എടുത്തു കൊടുത്ത് ഇയാളുടെ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഈ ധനിയൻ പാവപ്പെട്ടവൻ്റെ മോൻ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഡീസൽ അടിക്കാൻ പൈസ എൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കണം, ഓടിക്കിട്ടുന്ന പൈസ നീ നിൻ്റെ വീട്ടിൽ കൊടുക്കണം, വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, ബാക്കിയെല്ലാം നീ വീട്ടിൽ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. കൊള്ളാം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണം എൻ്റെ വീട്ടിലോട്ട് വന്നോളാനും പറഞ്ഞു. അത്രയും നല്ല മനുഷ്യനാണ്. ഇവൻ ഉച്ചയ്ക്ക് ഒരു ദിവസം ഉണ്ണാൻ വേണ്ടി ഈ വീട്ടിൽ വന്നപ്പോൾ അന്ന് അവിടെ ആരുമില്ല. ഇവൻ പോകാനായിട്ട് തുടങ്ങിയപ്പം റബ്ബർ ഷീറ്റ് വരയിൽ ഇങ്ങനെ റബ്ബർ ഷീറ്റുകൾ കിടക്കുക ഇഷ്ടം പോലെ. ഒരു ഓട്ടോറിക്ഷയിൽ എത്ര റബ്ബർ ഷീറ്റ് കയറുമോ അത്രയും റബ്ബർ ഷീറ്റും കുത്തി കയറ്റിയിട്ട് അങ്ങ് ദൂരെ കടുത്തുരുത്തിക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ പോയി. കട്ടെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് കട്ടെടുത്തിട്ട് വിൽക്കാൻ പോയപ്പം അവിടെ ഇവൻ വിൽക്കാൻ കൊടുക്കുന്ന ഈ റബ്ബർ ഷീറ്റൊക്കെ കൊടുക്കുമ്പോൾ ആ റബ്ബർ ഷീറ്റ് കടയുടെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഇവൻ പണ്ട് മറ്റേ മുതലാളിയുടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണല്ലോ, അറിയാം. അപ്പോൾ ഇയാൾ പൈസ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഓണർ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്കൊന്നും ഷീറ്റ് തരാറില്ലല്ലോ, ഇന്നാണ് ഒരു ഇച്ചിരി ഷീറ്റും കൊണ്ട് വന്നതെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ പോയിട്ടില്ലല്ലോ, ഷീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ. പുള്ളി എന്നാലും മറ്റവൻ അത് ചെയ്തെങ്കിൽ ഇപ്പം അയാളെ അറിയിക്കണം എന്ന് നിർത്തണ. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഇവൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അയാൾ കാറ് വന്ന് നിർത്തിയിട്ട് ഇവനിങ്ങനെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുക. ഇയാൾ അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നോടിത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഇത്രേ പറഞ്ഞത്. അയാൾ ചെന്ന് കാറ് കയറാറായപ്പോഴത്തേക്ക് ഇവൻ ഓട്ടോക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇയാളിത് പറഞ്ഞല്ലോ, ഹലോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. ഞാൻ കാറ് കയറാൻ പോയ പുള്ളി നിന്നു. ഇവൻ പതുക്കെ അയാളുടെ അടുത്ത് കിടന്നവരെ ചെന്നിട്ടേ, ഞാൻ നിങ്ങളുടെ പറമ്പിലാണ് താമസിക്കുന്നത്, എൻ്റെ അച്ഛൻ നിങ്ങളുടെ കൂടെയാണ് പണിയെടുക്കുന്നത്, നിങ്ങളെന്നെ പഠിപ്പിച്ചു, എനിക്ക് ഓട്ടോറിക്ഷ മേടിച്ചു തന്നു, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു പൊതു സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് തനിക്ക് അറിയാൻ പാടില്ലടോ. ചെയ്ത ഒരു വലിയ തെറ്റാണ്. എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെഞ്ചിനേറി പോയതാ. ഓട്ടോ ഓടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്പീന്നും പറഞ്ഞൊരുത്തൻ പെരുമ്പാവൂരുള്ളതാണ്. പുള്ളി ഒരു പ്രാവശ്യം കാണുമ്പോൾ എന്തായിരിക്കും, ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരിക്കും. ഇടയ്ക്ക് ആനേനൊക്കെ വിൽക്കാൻ പോകുന്നുണ്ടാവും. ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. ഈ അടുത്ത് താറാമുട്ടയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് CD കച്ചവടം അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കാര്യം. അപ്പോൾ പുള്ളി ഓട്ടോറിക്ഷ ഒന്നും എല്ലാത്തിനും വിരക്തിയാണ് പുള്ളിക്ക്. അതൊന്നും ശരിയല്ലടാ, ആകെ അലമ്പാതെ ശരിയാവുള്ളത്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ശരിയാവുള്ള ഫുഡ് നമുക്ക് ബാക്കിൽ നിന്ന് കാശ് പോവും, ഫ്രണ്ടിൽ ആൾ വന്ന് കഴിച്ചിട്ടും കാര്യമില്ല, ബാക്കിൽ ചിലവ് നല്ലതെന്ന് പറയും. അപ്പോൾ ഇവനെ ഓട്ടോറിക്ഷ പഠിക്കാൻ കിടക്കാം. പെരുമ്പാവൂർ കണ്ടപ്പോൾ എടാ നമുക്ക് ഇവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ഭയങ്കര കട്ടറാന്ന് ആ വഴി പോകണ്ട, എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാ, അവിടെ ലെവൽ ക്രോസ് ഉണ്ട്. ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടിരിക്കില്ല, അങ്ങോട്ട് പോയാല അത് ഭയങ്കര വളവും തിരുവാന്നേ. ഇവനെങ്ങനെ നന്നാവും. ഫുൾബാർ ഇടുന്ന മനോജേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗ് ഇടും. ഞാനിപ്പം കൂൺ കൃഷിയാണ്, അപ്പോൾ പിന്നെ ഉണക്കപ്പൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഉണക്കപ്പ് നിൻ്റെ ഉണ്ടാ, പിന്നെ എത്ര വേണം? അപ്പോൾ പറഞ്ഞു, എടാ നാളെ ഞായറാഴ്ച അല്ലേ, വീട്ടിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഒരു 5 കിലോ ഉണക്കപ്പ് കിട്ടിയാൽ ഞാൻ പന്നി വാങ്ങി പോർക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്തോളാം. അപ്പോൾ പറഞ്ഞു, രാവിലെ 7 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വരെ സെറ്റ് ചെയ്ത് തന്നേക്കാം. അങ്ങനെ പുള്ളി രാവിലെ വന്നിട്ട് ഓണടി വിളിച്ചിട്ട് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പം അളി അങ്ങനെ ഇറങ്ങി വന്നിട്ട് പുള്ളിയോട് പറയാം, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ 5 കിലോ കപ്പ എടുത്ത് കവറിൽ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു, രാവിലെ നോക്കിയപ്പോൾ അത് മൊത്തം എലി നിന്ന് പോയെന്ന്. ഞാനൊരു ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഒരാൾ ഭയങ്കര വലിയൊരു സർക്കാസ് അടിച്ചു എന്നോട് വന്നിട്ട്, ഞാനൊരു സ്കിറ്റ് അല്ല എന്തൊരു തമാശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട്, നിങ്ങൾക്ക് ഈ തമാശ ലാലേട്ടനോടൊന്ന് പറയരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലാലേട്ടനെ കാണുമ്പോൾ അല്ലേ തന്നെ ഞാനങ്ങനെ ലാലേട്ടനെ കാണുമ്പോൾ തമാശ പറയേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടാകാറില്ല, ഞാൻ എന്തിനാണ് ലാലേട്ടനോട് തമാശ പറയുന്നത്? അല്ല, പുള്ളിയാണെങ്കിൽ ഈ പഴയ സാധനത്തിനൊക്കെ നല്ല വില തരും, ഞങ്ങൾ കാശും കൊടുത്ത് ഈ പഴയ തമാശ കാണേണ്ട ഒരു കാര്യമില്ലല്ലോ. എൻ്റെ വീടിനടുത്ത് ഒരു മുത്തശ്ശിയുണ്ട്, ഇത് മരിച്ചുപോയി. ആ മുത്തശ്ശി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട്, അതെ ആ ഇടിയൻ ഇങ്ങനെ തന്നെ ഇടിയൻ, അതായത് നമ്മൾ നിലം തല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മിറ്റം വീട് പണി കഴിഞ്ഞിട്ട് ഇടിക്കുന്ന ഇരുമ്പിൻ്റെ നിലത്തിട്ട് ഇങ്ങനെ ഇടിക്കും, താഴെ ഒരു പരന്ന ഇരുമ്പിൻ്റെ കഷ്ണമുള്ള അതുകൊണ്ട് ഇങ്ങനെ മിറ്റം ഇടിക്കും നമ്മൾ. അപ്പോൾ ആ വീട്ടിലെ ഇടിയനുള്ളൂ അന്ന് കാലത്ത്. അപ്പോൾ എന്നോട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട്, ഇടിയൻ നിങ്ങൾ തന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടിയനൊന്നും എടുത്തില്ലല്ലോ. എന്നാ ശരി, അടുത്ത വീട്ടിൽ പോയി കൊളുമ്പിലടിച്ചു, ഞങ്ങളുടെ ഇടിയൻ നിങ്ങൾ തന്നേ. എന്നാൽ അവർ ഞങ്ങൾ നിങ്ങളുടെ ഇടിയൻ മേടിച്ചിട്ടല്ലോ. ഓക്കെ, അടുത്ത വീട്ടിൽ പിന്നെ റോട്ടിൽ കയറി എല്ലാ വീട്ടിലും കയറി, എൻ്റെ ഇടിയൻ ഇന്ന് കിട്ടണം, ഞങ്ങൾ നിങ്ങളുടെ ഇടിയൻ മേടിച്ചിട്ടല്ലോ എന്ന് വെച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചേ, എന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കിടക്കുന്ന വെച്ച് 3-5 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരാൾ പുറത്ത് വന്ന് ഇടിയൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു, ഇത് ആരാ കൊണ്ടുപോയെന്ന് അറിയാൻ പാടില്ലെന്ന്.
ദിലീപേട്ടനെ അറിയാം, നമ്മുടെ ദിലീപ് കലാഭവൻ. ദിലീപേട്ടൻ്റെ വീട്ടിലൊരു പ്രാവശ്യം ടിനിച്ചേട്ടൻ വന്ന സമയത്ത് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനും ഉണ്ട്, ഞാൻ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് സോഫയിൽ. അപ്പം ദിലീപേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ അമ്മ ഓടി വന്നിട്ട് ടിനിച്ചേട്ടനോട് മോൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഇട്ടതാണ്. കാരണം സ്വിച്ച് ഇട്ടത് തന്നെ അമ്മ ഫോട്ടോൻ്റെ റൗണ്ടിലുള്ള ലൈറ്റ് എത്താനാണ്, പക്ഷേ റേഡിയോൻ്റെ സ്വിച്ചായി പോയി. അപ്പോൾ അവിടെ വന്നിട്ട് ആകാശവാണി യേശു. അപ്പോൾ ടിനിച്ചേട്ടൻ ഒറ്റ ഐഡിയ, അച്ഛൻ റേഡിയോയിലായിരുന്നു. തിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ 100ാം ദിവസം ആഘോഷം ഒരു ചാനലിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളൊക്കെ സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ണ് മേടിച്ചിട്ട് കവളത്താത്ത് മുഴുവൻ കുത്തി കയറ്റിയിട്ട് ഇങ്ങനെയായിട്ടാണ് ദിലീപായിട്ട് ഓരോ വേഷങ്ങളൊക്കെ കെട്ടി വരുന്നത്. ഇവൻ ദിലീപേട്ടനാകാൻ വേണ്ടി ബണ്ണാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവൻ അന്ന് 10 വേഷങ്ങളെങ്ങാണ്ട് ചെയ്യുന്നുണ്ട് ദിലീപേട്ടൻ്റെ. കുഞ്ഞിക്കൂനൻ, മീശമാധവൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടേബിൾ നിറച്ച് ഇങ്ങനെ കൃതാവും അതും ഇതും പല്ലും സാധനങ്ങളും വിഗ്ഗും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും തിരികെ കയറ്റാൻ വേണ്ടി 3 ബണ്ണും വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് നനഞ്ഞ് ചെറുതായി പോകുമ്പോൾ അടുത്ത് കയറ്റി വെക്കണമല്ലോ കവിളിനകത്ത്. അപ്പോൾ അങ്ങനെ നിൽക്കാറായി. ഷോ തുടങ്ങാൻ ഒരു 10-15 മിനിറ്റ് ഉള്ളപ്പം സിനിമാറ്റിക് ഡാൻസർ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് 3 ബണ്ണിരിക്കുന്നു. ഇത് അവിടെ നിന്ന് അവർക്ക് കഴിക്കാൻ വെച്ചതായിരിക്കുന്നോർത്ത് ഇവർ ഈ ബണ്ണെടുത്ത് അങ്ങ് തിന്നു. ബണ്ണ് തിന്നിട്ട് ഇവൻ വന്ന് നോക്കിയപ്പോൾ ബണ്ണ് കാണാനില്ല. തുടങ്ങാറായി ഷോ. ഇവൻ അവിടെ നിന്ന് വിറയാൻ തുടങ്ങി. എൻ്റെ ബണ്ണ് കിട്ടാണ്ട് ഞാൻ എങ്ങനെ പരിപാടി ചെയ്യണം, ഇത് എന്ത് കഷ്ടം, ഇതിവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ കോട്ടിട്ടൊരു ഉഗ്രനാൾ വന്നിട്ട് എന്താ പ്രശ്നം, എന്താ ബണ്ണ് വേണം, എന്തിനാ ബണ്ണ്, ദിലീപിനാ എന്ന് പറഞ്ഞു. ദിലീപിനാന്ന് കേട്ട ഉടനെ 3 ഇന്നോവ എറണാകുളത്ത് ഏതോ ഒരു ബേക്കറിയിലോട്ട് പോയിട്ട് ഒറിജിനൽ ദിലീപേട്ടൻ വന്ന് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ ഒരു പ്ലേറ്റിൽ 3 ബണ്ണ് വെച്ചിട്ട് പുള്ളിയുടെ അടുത്തുകൊണ്ട് കൊടുത്ത് ദിലീപേട്ടൻ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചും കൊണ്ടുപോയി. അതുപോലെ നമ്മുടെ കൂടെ ഷോയ്ക്ക് വരുന്ന നമ്മുടെ സമിതിയിലുള്ളൊരു ആളുണ്ട്, ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യണ പുള്ളിയാണ്. ഇപ്പം ഈ ലാലേട്ടൻ്റെ ഒടിയൻ ഇറങ്ങിയ സമയത്ത് ആദ്യം ഒപ്പം ചെയ്യും ഫിഗർ. ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് താടിയൊക്കെ പഠിച്ചിട്ട് ഞാൻ ബ്ലേഡ് കൊണ്ട് പഠിച്ചിട്ട് ഓടി ചെന്നിട്ട് ഒടിയനായിട്ട് വരുന്ന സീനാണ്. അപ്പം അളിയൻ ഒടിയൻ സീൻ ചെയ്യുന്ന സമയത്ത് ഒപ്പം കഴിഞ്ഞിട്ട് ഓടി ഇറങ്ങി വന്നിട്ട് ബ്ലേഡ് കൊണ്ട് പഠിച്ചാൽ ഇവിടെ അങ്ങ് ചെത്തിപ്പോയില്ല. വെച്ചാൽ പാൻകേക്കും പൗഡറും ഇട്ട് ഒടിയനെ ഒട്ടിക്കുക. ഒടിയനിങ്ങനെ ഒട്ടിച്ച് ചോര വന്നുകൊണ്ടിരിക്കുക. പിന്നെ കാണുമ്പോൾ ഒടിയനെ കാണുന്നില്ല. കാരണം ഒടിയൻ്റെ സെറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് വെറ്റിലെടുക്കാൻ മറന്നു. നോക്കുകൊണ്ട് ഒടിയൻ സ്റ്റേജിൻ്റെ പുറകിലെ മാവിൻ്റെ മുകളിൽ മാവില ഉറക്കണം വെറ്റിലേക്ക് പോരേ. എന്നിട്ടേ അവിടെ നിന്നിട്ട് കാലമേ നന്ദി എന്നുള്ള ഇതിനിങ്ങനെ വെറ്റില തേക്കണതിൻ്റെ ഇടയിലേ മാവില അങ്ങനെ വെച്ചേക്കടിയില്ലേ, കാരണം ചോര വിട്ടുകൊണ്ടേ. ഈ ഫിഗർ ചെയ്ത് കുഞ്ഞിക്കുൻ ഹിറ്റായ സമയത്ത് ഈ ആർട്ടിസ്റ്റ് ഈ ഫുൾ ദിലീപേട്ടനുള്ളൊരു ഷോ അല്ല, ഞങ്ങളുടെ സാധാരണ ട്രൂപ്പിൽ കുഞ്ഞിക്കുനിൻ്റെ ഫിഗർ വരും. അന്ന് കുഞ്ഞിക്കുനൻ വലിയ സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ കുഞ്ഞിക്കൂനൻ പുറത്തു നിന്ന് വരാൻ തീരുമാനിച്ചു. ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ നടുക്കുള്ള വഴി കൂടെ കുഞ്ഞൻ്റെ പെണ്ണിലെന്ന് പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ടൊക്കെ സ്റ്റേജിലോട്ട് വരും. 4-5 മിനിറ്റൊക്കെ തള്ളിക്കളയും. പുറത്തൊക്കെ കിടന്ന് കളിച്ചിട്ട് കുഞ്ഞിക്കൂനൻ സ്റ്റേജിലോട്ട് വരുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നോട് ആങ്കർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, പതുക്കെ ഈ മുതുകത്തൊക്കെ ഈ സാധനം വെച്ചിട്ട് ഇവൻ പുതച്ച് ഓഡിയൻസിൻ്റെ ഇടയിൽ പോയി ഒതുക്കത്തി ഇരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ആ പല്ലൊക്കെ വയ്ക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കും. നീ ഇപ്പം മിമിക്സ് പരേഡ് തുടങ്ങിയാൽ ഈ സിനിമാ നടന്മാരുടെ അനുകരണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ ദൂരമില്ല, ഷോ മൊത്തത്തിൽ തീരുമല്ലോ. അപ്പം എന്നെ സ്റ്റേജിൽ നിന്ന് വിളിച്ചാൽ മതി, നിങ്ങളുടെ ഇടയിൽ നിന്നും ഇനി ഒരു സൂപ്പർ സ്റ്റാർ വരികയാണ് കുഞ്ഞിക്കോനെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ പുതിയ സ്റ്റാറായിട്ടാണ് ഈ കുഞ്ഞിക്കോനൻ കയറിയേക്കുന്നത്. ഇത് നമ്മുടെ ഷോയിൽ സ്ഥിരമില്ലായിരുന്നു. അപ്പോൾ പടം ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇവനിത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ സ്ഥിരം ഓർമ്മയ്ക്ക് ഈ കുഞ്ഞിക്കോനെ വിളിക്കാൻ മറന്നുപോയി. ഇവൻ പോയി പുതച്ചിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇടയിൽ ഇരിപ്പുണ്ട്. ഞാനിത് മറന്നുപോയി. നമ്മുടെ അനുകരണം മുഴുവൻ കഴിഞ്ഞു. ഇനി 1 മിനിറ്റ് കഴിഞ്ഞാൽ ഷോയും കഴിയും. ഇവൻ ഇപ്പം വിളിക്കൂ എന്നോർത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിത് മറന്നും പോയി. ലാസ്റ്റ് നന്ദി എന്നും പറഞ്ഞ് ജനഗണമന തുടങ്ങിയപ്പോഴേ ആൾക്കാർ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിലൊരു കുഞ്ഞിക്കൂനം വന്നിട്ട് ജനഗണമന അതിനായക ജയക എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ എന്തായാലും അതിന് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് തന്നതിൽ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ നാട്ടിലെയും തമാശകൾ. സുധീഷ് വളരെ രസകരമായിട്ട് കഥകളൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നെ ചിരിക്കണം, അതിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. എനിക്ക് അങ്ങനെ തോന്നി. ആരും ചിരിച്ചില്ലെങ്കിലും നമ്മളെങ്കിലും ചിരിച്ചെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെയാണ് ചിരിക്കേണ്ടതെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു പുള്ളി ചെയ്ത്. ഇത്തരം കഥകൾ പറയുന്നതിൽ ഒരു വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാളാണ് ഹരിശ്രീ യൂസഫ് എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ജയറാമേട്ടൻ്റെ കൂടെ അമേരിക്കയിലൊരു ഷോയ്ക്ക് പോയിട്ടിരിക്കുകയാണ്. അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജസ്റ്റായി ഒരു തരംഗം ഇന്ത്യ മുഴുവൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ജയറാമേട്ടനും നിന്ന് 1, 2, 3 പറഞ്ഞ് കുറേ മിമിക്രികൾ ചെയ്യും. അപ്പോൾ യൂസഫൊക്കെ 1-2 ഇനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ യൂസഫൊക്കെ തന്നെ പറഞ്ഞു, ഞാൻ ഇത്തവണ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ
ഞാൻ നരേന്ദ്രമോദിയുടെ ഫിഗർ ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് മൊബൈലിൽ കാണിച്ചു തന്നപ്പോൾ ഏതോ ചാനലിന് വേണ്ടി നരേന്ദ്രമോദി അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചപ്പം ചാനലിലൊരു മേക്കപ്പ് മാൻ ഇരുത്തി, ഒരു പ്രൊഫഷണൽ മേക്കപ്പ് മാൻ നല്ലോണം കുറേ നേരം ഇരുത്തി മേക്കപ്പ് ചെയ്തതിൻ്റെ ഏതോ ഒരു പെർഫെക്ഷൻ ആ ഫോട്ടോയ്ക്കുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ അയ്യോ ഇത് കലക്കുണ്ടോ, ഞാനും പിഷാരടിയും കൂടെ നിന്ന് എത്ര നേരം കളിച്ചാരെന്താ, എല്ലാം കൊണ്ടുപോയില്ലേ, അവസാനം യൂസഫ് ഈ വേഷത്തിൽ വന്നാൽ ഓഡിറ്റോറിയം ഇളകി മറിയില്ലേ, എല്ലാം ഫുൾ ക്രെഡിറ്റ് യൂസഫിനായിരിക്കും, ഞങ്ങൾ എന്തിനാ കാണിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ യൂസഫിക്കും അങ്ങ് സുഖമായി. സത്യമാണ്, അത്ര അത്ഭുതപ്പെട്ടു പോയൊരു ഫിഗർ അദ്ദേഹം കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അമേരിക്കയിലെത്തിയിട്ട് ഈ വിഗ് കുത്തിക്കയറ്റി ബാഗിനകത്ത് വെച്ചത് എടുത്തപ്പോൾ തന്നെ ചത്ത കാക്കയെ പോലെ ഇരിക്കുമോ ഈ വിഗ്, എങ്ങനെ വെച്ചിട്ടും ഏതാ മുൻവശം ഏതാ പുറകുവശം ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇരിക്കുമോ മുടി, താടി ഒട്ടിച്ചിട്ട് ഒരു രക്ഷയില്ല, താടിയും വേറെ എന്തോ ഒരു താടി, കണ്ണാടി, ജുബ്ബ, അതിൻ്റെ പുറത്തൊരു കോട്ട്, ഇതൊക്കെ ഇട്ടിട്ട് യൂസഫൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് പതിവ് പോലെ വരുന്നത്. അപ്പം എന്നോടൊരു വാതിലൊക്കെ പറഞ്ഞു, ഞാൻ രൂഹം വെച്ചു, കുറേ വാതിലുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ, അതിലേ വരും. അതല്ല ഓഡിറ്റോറിയം ഇങ്ങനെ സ്റ്റെപ്പാണ്, ഇങ്ങനെ ബാക്കിലോട്ട് ആൾക്കാരിരിക്കുന്നത്. ഞാൻ ജയറാമേട്ടനും ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കയിലേക്ക് വരികയാണ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം ഈ ഷോയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം അദ്ദേഹം അവിടുന്ന് ചെറുതായിട്ട് കയറി തുടങ്ങുകയാണ്. മോദി കയറി തുടങ്ങി. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടി ഞാൻ, പക്ഷെ ആ വാതിലിൽ കൂടി അല്ല പുള്ളി വന്നത് ഇപ്പുറത്തെ വാതിലിൽ കൂടിയാണ്. ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു, ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടുന്ന് ആരും വരുന്നുമില്ല. ഇവിടെ നിന്നും ഒരു വൃദ്ധൻ, അല്ലാതെ നരേന്ദ്രമോദി ഇല്ല ഒന്നുമില്ല, ഒരു വൃദ്ധൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഈ പടിയാണല്ലോ, രണ്ടാമത്തെ പടിയിൽ തന്നെ പുള്ളി ഈ പടി പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ അതുമല്ല കണ്ണാടിയും വെച്ചപ്പം ഈ കണ്ണാടി വെച്ചിട്ട് പടി കയറുമ്പോൾ ഒരു കണക്കുകേട് അല്ലെങ്കിലേ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കണ്ണാടിയും ഓഡിയൻസിൻ്റെ ഇടയിലെ ലൈറ്റ് കുറവും എല്ലാം കൂടിയായിട്ട് ഈ പുള്ളി മുഖം തല്ലി വീണ ഉടനെ അമേരിക്കയിലാണ്ട് എല്ലാവരും ഈ കോട്ടൊക്കെ ഇട്ടിട്ടല്ലേ പരിപാടി കാണാൻ വന്നെ, ഏതോ ഒരു വൃദ്ധൻ ഷോ കാണാൻ വന്ന വൃദ്ധൻ വീണു എന്ന് ഓർത്തിട്ട് വീണതൻ 2-3 പേര് പുള്ളിനെ പിടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് പോയി. പുള്ളി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോർത്ത് വീണതിൻ്റെ വേദനയ്ക്കാന്ന് ഓർത്ത് ഇവർ ഇതിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി, ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക്. ഞങ്ങൾക്കാണല്ലോ ഇത് മോദിയാണെന്ന് ഇത്രയും പറ്റിയെന്ന് സ്റ്റേജിൽ നിന്ന് മനസ്സിലായിട്ടോ. പക്ഷേ ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് മൈക്കിൽ കൂടെ ഒന്നും പറയാൻ വയ്യ. ഇതിൻ്റെ ക്ലൈമാക്സ് പാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴേ ജയറാമേട്ടൻ എൻ്റെ പുറകിൽ വന്നിട്ട് മോദി പാളിട്ടോ മോദി പാളി എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം. ഫിഗർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഷീ ടാക്സി എന്ന് പറഞ്ഞ പടം, അനൂപ് മേനോനാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ സുരാജ് ഉണ്ട്, നോബി ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് മാനായിട്ട് വരുന്നത് പ്രദീപ് രംഗനാണ്. ടിപ്പിക്കൽ തിരുവനന്തപുരംകാരനാണ്. അണ്ണാ നമുക്ക് പിഷർ അടിച്ചാൽ പോരെ, പിഷർ സ്പ്രേക്കൊക്കെ അങ്ങനെ പറയും. പാരമ്പര്യമായിട്ട് ന്യൂസ് അടിച്ചാൽ മതി, സ്നൂസ് എന്നാണ് പേര്. മറ്റേ ഹെയർ സ്പ്രേ ഉണ്ട്, അതിനൊക്കെ അങ്ങനെ പറയുള്ളൂ. പുള്ളി പറയും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫിഗർ വേണം, ടിൻചേട്ടന് ഒരു പ്രത്യേക ഫിഗർ ഉണ്ടെങ്കിൽ അത് നോട്ടീസ് ആവുള്ളൂ. അങ്ങനെ എല്ലാവരും. അപ്പോൾ സുരാജ് ഇങ്ങനെ നിൽക്കുന്നു, നോബി ഉണ്ട്, അനൂപൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് ഷേവ് ചെയ്യാ തല, ഒരു താടിയൊക്കെ വെച്ചിട്ട്. പ്രൊഫസറാണ്, മണി ഹേസ്റ്റൊക്കെ ഇപ്പോഴാണ് വരുന്നത്. 8 വർഷം മുമ്പ് ഒരു പ്രൊഫസർ 3 പേരെ ഈ ബാങ്ക് റോബറിക്ക് പ്രേരിപ്പിക്കുന്ന സംഭവമാണ് അനൂപ് മേനോൻ. അപ്പം എനിക്ക് ഉറപ്പായി അനൂപ് മേനോൻ ഒരിക്കലും സിനിമ കക്കുന്ന ആളല്ല എന്നുള്ളത്. കാരണം അന്ന് ചെയ്ത് മണി ഹേസ്റ്റ് പുള്ളി. പിന്നീട് ഇപ്പോഴാണ് മണി ഹേസ്റ്റിൻ്റെ സാധനം വന്നപ്പോൾ അതിനെ ട്രോൾ ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി വന്നിട്ട് ഇതുപോലെ ഗെറ്റപ്പ് ആക്കാൻ പോവാണ്. അമൽ നീരദിൻ്റെ ഒക്കെ പടത്തിലെ ഗെറ്റപ്പ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഫുൾ ഷേവ് ചെയ്ത് ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പോയി തലേന്ന്. ഞാൻ പറഞ്ഞു ചോര തന്നെ, ആ കുഴപ്പമില്ല അണ്ണാ, അത് ഗമ്മ ചേച്ചേൻ്റെ ക്യാമറയിൽ അറിയൂലെന്ന്. ക്യാമറയിൽ അറിയൂലെന്ന്. ഈ നമ്മളിതിനൊക്കെ നമുക്ക് പല സ്ഥലത്തും ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ കള്ളു കുടിക്കുന്ന ആളുകൾക്ക് കള്ളു കുടിക്കാൻ അവസരങ്ങൾ കുറവാണല്ലോ. ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കൊരു പേഴ്സണൽ മേക്കപ്പ് മാനുണ്ട്, ഈ സ്പ്രേ ഒക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. പുള്ളി അടിക്കുന്നുണ്ട്, അവിടെ എവിടെയും സ്മോളും ഇല്ല ഒന്നുമില്ല, പുള്ളിക്ക് മാത്രം സ്മോൾ കിട്ടുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് എവിടെ നിന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുമ്പോഴേ പുള്ളി മുഖത്തടിക്കുന്ന സ്പ്രേ ഇല്ലേ, അതിൽ സാധനം മിക്സ് ചെയ്ത് വെച്ചേക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് വായിലേക്ക് വെച്ചിട്ട് പറഞ്ഞിട്ട് നമ്മളവർക്കും അടി നടക്കുമെന്ന് സ്പ്രേ അടിച്ചിട്ട് പോവാ. നമ്മുടെ ഹരിശ്രീ യൂസഫ് ഇങ്ങനെ എയർപോർട്ടിനടുത്തുള്ളൊരു ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അബീക്ക കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പരിപാടിയിൽ ഉറപ്പായിട്ടും ഗസ്റ്റായിട്ട് വരുന്ന ഒരാളാണ്. നമ്മളെ വിട്ടുപോയി. അബീക്ക അദ്ദേഹത്തിൻ്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വളരെ വലുതാണ്. ഹരിശ്രീ യൂസഫ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്യമായിട്ട് അബീക്ക അവിടെ എത്തി.
അപ്പോൾ ഈ അവിടെ എത്തിയപ്പം യൂസഫിനെ കണ്ടുപിടിച്ച് ആ യൂസഫേ നീ എവിടെ പോവാടാ എന്ന് ചോദിച്ചു. ഞാൻ ദുബായിക്ക് പോകുന്നിക്ക. നീ ദുബായിക്ക് പോകുന്ന ആ എന്താണ് അവിടെ നിനക്ക് പ്രോഗ്രാം ഉണ്ടോ? അല്ലിക്ക ഞാനേ എനിക്ക് അവിടെ ഒരു ഉദ്ഘാടനമുണ്ട്, അതിനുവേണ്ടി പോവാ. നീ ഉദ്ഘാടനത്തിന് പോവാണോ ദുബായ് വരെ? ആയിക്ക ദുബായിലൊരു കടയുടെ ഉദ്ഘാടനം, എന്നെ വിളിച്ചു. ആ ദുബായിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന് കേട്ടു, അത് ഇത്ര രൂക്ഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അത് പുള്ളിയെ വിളിച്ചത്. അതിലും വേദന 4 തെറി വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ദേ എല്ലാരും ചിരിച്ച് മണ്ണ് കപ്പിയിരിക്കുവാണ്. അതോടൊപ്പം നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇതിലും രസകരമായ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Until then, it's bye from Once Upon a Time.